ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ. അതും വെറും 10 മിനിറ്റ്. ഇത് കോളേജ് സ്റ്റുഡൻസിനും ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ആദ്യമേ തന്നെ കോളിഫ്ലവർ എടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇതിനും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതാണ് നമുക്ക് കഴിക്കാനായാലും വിളമ്പാനായാലും മസാല പിടിക്കാനായാലും എളുപ്പം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നതാണ്. ഇതാവുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള അണുക്കളൊക്കെ പോകാനായാലും എളുപ്പമാണ്. മസാല നമ്മൾ പിടിക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചത് ടേസ്റ്റ് വരാനൊക്കെ ഇത് എളുപ്പമാണ്. നമുക്ക് ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒരു 5 തൊട്ട് 6 മിനിറ്റ് വരെ വയ്ക്കാം. അപ്പോൾ അതിലെ പുഴുക്കളും അണുക്കളും കീടനാശിനികളും ഒക്കെ പോയി. ഇത് കോളിഫ്ലവർ എന്ന് പറയുന്നത് ഒരുപാട് കീടനാശിനികളൊക്കെ തളിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതൊരു 3-4 സ്പൂണ് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ കുറച്ചധികം നേരം വയ്ക്കാം. ഞാനിത് കെറ്റിലിലപ്പം വെള്ളം ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. ചിലരിത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നതും കാണാം. ഇങ്ങനെ ചെയ്താലും മതി. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ കുറേ നേരം സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴുക്കളൊക്കെ പോയി കിട്ടും. നമുക്ക് അതിനുശേഷം ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കോളിഫ്ലവർ, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ സോസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട്. സോസ് ഇതിൽ വേണ്ടത് സോയാ സോസ്, ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് റെഡ് ചില്ലി വേണമെങ്കിലും ചേർക്കാം. ടൊമാറ്റോ സോസ് ഇത്രയും നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സാക്കി വെച്ചതാണ്. ഇനിയും ക്യാപ്സിക്കത്തിലേക്ക് കുറച്ച് കോൺഫ്ലോർ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കി വെച്ചതാണ്. അത് നമുക്ക് നല്ല എണ്ണയിൽ വറുത്തെടുക്കാം. ഒരു മീഡിയം ശാല ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നതൊക്കെ കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് കോൺഫ്ലവർ പൗഡറും മാത്രമാണ്. അപ്പോൾ അത് ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കും. ഈ പരുവത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം. നമുക്ക് അധികം മൂപ്പിച്ചെടുക്കണ്ട. ഒരുപാട് ക്രിഞ്ചിനെസ് ആയാലും നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊരു ഈ പരുവത്തിലേക്ക് അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി മറ്റൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിത് അധികം അങ്ങ് മൂപ്പിക്കേണ്ട. നമുക്കിതൊരു ചവയ്ക്കുമ്പോൾ നല്ല കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ഒരു ബ്രൗൺ കളറിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തടുത്ത പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഇപ്പം തന്നെ നമുക്കറിയാം, ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ഇളക്കി ഒരു 2-3 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പോൾ അടുത്ത പച്ചക്കറിയായിട്ട് സവോള ചേർക്കാം. സവാളയും നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒരുപാട് വഴണ്ട് കിട്ടേണ്ടത കാര്യമില്ല. നമുക്കിതെല്ലാം കടിക്കാൻ പാകത്തിന് കിട്ടണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് വഴറ്റി എടുത്ത് കൊടുക്കാം. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പച്ചക്കറിയും ചേർക്കാം. അപ്പോൾ അത് പെട്ടെന്നൊന്നാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ആയി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു മിനിറ്റ് താഴെ മതി ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ നോക്കിയാൽ അറിയാം കളറ് പെട്ടെന്ന് മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അടുത്ത പച്ചക്കറി ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ക്യൂബായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി ഐറ്റംസ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇപ്പം തന്നെ നമുക്കറിയാം ഇത് കറക്റ്റായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോസ് മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും കുറച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ചില്ലി സോസ് ചേർക്കുന്നതുകൊണ്ട് അധികം കളർ വരില്ല. എന്നാലും ഈ സോസിൻ്റെ എല്ലാം തന്നെ കളർ ഉണ്ടാവും. കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വേണ്ട തിക്നെസ് അനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ്. അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ വറുത്ത കോളിഫ്ലവറോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി
ഒരു മിനിറ്റ് താഴെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു 5-10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കറി റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റാവും ഇതിലേക്കെല്ലാം. അപ്പോൾ കുറച്ച് അവസാനമായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമുക്ക് വേണ്ട പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ അനിയന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. നമുക്ക് അവന് തന്നെ കൊടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക.